അതായത് ആളിപ്പം പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുക. പക്ഷെ ആൾക്കാണെങ്കിൽ വണ്ണം വെക്കുക എന്നുള്ള ഭയങ്കര പേടിയാണ്. അതിന് മെയിൻ ആയിട്ടൊരു റീസൺ ഉണ്ട്. കാരണം ഈ പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിൽ അവള് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫുഡ് ക്രേവിങ്സ് ഭയങ്കര കൂടുതലായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ആള് കുറച്ച് തടിച്ചിട്ടൊക്കെയാണ്. ഡെലിവറി കഴിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. നെയ്യ് കഴിക്കുക, ലേഹ്യം കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രസവരക്ഷയായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ആളെ കൊണ്ട് നിർബന്ധിക്കുവാണ്. അപ്പൊ ആളാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയാം, അയ്യോടാ ഞാൻ ഇനി വണ്ണം വെക്കും, ഞാൻ എന്തോ ചെയ്യുന്നൊക്കെ. അപ്പൊ ആക്ച്വലി ഈ ഒരു ലേഹ്യം കഴിക്കുന്നത് ആവശ്യമാണോ അത് ശരിക്കും കഴിക്കേണ്ടത്? പണ്ട് കാലത്ത് പാടത്തും പറമ്പിലും നല്ല കഠിനാധ്വാനം ചെയ്യണവർക്ക് ഈ ലേഹ്യം കഴിക്കണം, നെയ്യ് കഴിക്കണം. കഠിനാധ്വാനം ഒന്നും ഇല്ല, നമുക്ക് അത്ര എനർജി ഒന്നും കളയേണ്ടതില്ല. അത്ര ലേഹ്യത്തിന്റെയോ നെയ്യിന്റെയോ ഒന്നും അത്ര ആവശ്യമില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രഗ്നൻസി പീരീഡിൽ ഈ പറഞ്ഞ പോലെ ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, ദഹിക്കുന്നുണ്ടോ, നറിഷ്മെന്റ് ആകുന്നുണ്ടോ, അതൊന്നും അത്ര അനലൈസ്ഡ് അല്ല. ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ബോഡിയിൽ, ഒട്ടും ദഹിക്കില്ലാത്ത അവസ്ഥയായിരിക്കും. ഈ സമയത്ത് നമ്മൾ ലേഹ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് നറിഷ്ഡ് ആകും? അത് ദോഷമാണ് ഗുണത്തെക്കാൾ അധികം ചെയ്യാം. ബേൺ ചെയ്ത് പോകണം, ദഹിക്കില്ല. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി കുറയും. അത് കുഞ്ഞു കുടിക്കുമ്പോൾ കുഞ്ഞിന് വയറിന് അസുഖങ്ങൾ ഉണ്ടാകും. മിക്കവാറും അലോപ്പതി പീഡിയാട്രീഷ്യൻസ് ചെല്ലുമ്പോൾ പറയും ആയുർവേദ മരുന്നുകൾ അമ്മയ്ക്ക് കൊടുക്കരുത്, കുഞ്ഞിന് വയറുവേദനയാണ് എന്ന് പറയും. അതിന്റെ കാരണം ഇതാ, അമ്മയ്ക്ക് ലേഹ്യം നെയ്യൊന്നും ദഹിക്കുന്നില്ല. അതിൽ പകരം നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിപ്പിക്കുക, നല്ലോണം ഉറങ്ങുക, ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുക. ഇപ്പോഴും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടും പാരന്റ്സ് ഇങ്ങനെ ഇരുന്ന് ഫോഴ്സ് ചെയ്യാതെ അതിന്റെ കൺസെപ്റ്റിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. കുറെ നെയ്യ് കഴിപ്പിക്കുന്നത് കൊണ്ടും ലേഹ്യം കഴിപ്പിക്കുന്നത് കൊണ്ടും ഒരു ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവമാണ് ഉണ്ടാവുക.